വൈ ദർ ഈസ് നോ റിയൽ ചേഞ്ച് ഇൻ മൈ ലൈഫ്? എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ശരിക്കും ഒരു മാറ്റം ഉണ്ടാകാത്തത്? ഞാൻ കുറേ നാളുകളായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ കുറേ നാളുകളായിട്ട് ഈ വീഡിയോസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഞാനിപ്പോഴും പഴയ ആൾ തന്നെയാണ്, ഞാനിപ്പോഴും ആ പഴയ മടിയൻ തന്നെയാണ്. എൻ്റെ സ്വപ്നങ്ങളുടെ പുറകെ ഞാൻ യാത്ര തുടങ്ങിയിട്ടില്ല, ഞാൻ പുതിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടില്ല. എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടാകുന്നത്? മെയിനായിട്ട് 5 റീസൺസ് ആണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെയൊരു സിറ്റുവേഷൻ്റെ പിറകിൽ ഉള്ളത്. അതിലൊന്നാമത്തെ കാര്യമാണ് ഡിസ്ട്രാക്ഷൻസ്. അതായത് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നമ്മളൊരു കാര്യം ചെയ്യാനിരിക്കുമ്പോൾ ഉള്ള ഡിസ്ട്രാക്ഷൻസ് അല്ല, പക്ഷേ നമ്മുടെ ലൈഫിൻ്റെ ഫോക്കസ് തന്നെ ഡിസ്ട്രാക്റ്റഡ് ആണ് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം ശരിക്കും നമ്മൾ ഒരു കാര്യത്തിൽ ഉറപ്പിച്ച് മുമ്പോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഇത് ഏതൊരു യാത്ര ചെയ്യുമ്പോഴും നമുക്കറിയാം ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്, എൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് നമുക്കൊരു ബോധമുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിനും ആ ഒരു ഡയറക്ഷൻ്റെ ബോധം, ഏത് ദിശയിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ളൊരു സെൻസ് നമുക്ക് അത്യാവശ്യമാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും ഓരോ ദിവസം ജീവിച്ചു തുടങ്ങുമ്പോൾ പല കാര്യങ്ങൾ കയറി വരും, മൊബൈൽ ഫോൺ കയറി വരും, നമ്മൾ പലതും കാണാൻ പോകും, നമ്മൾ പലരോടും സംസാരിക്കാൻ പോകും, പല ബഹളത്തിൻ്റെ ഇടയ്ക്ക് പെട്ടുപോകും. നമ്മൾ പോലും അറിയാതെ നമ്മൾ വേറൊരു സ്ഫിയറിലേക്ക് കയറി, വേറൊരു വേൾഡിലേക്ക് കയറി, വേറൊരു യാത്രയിലേക്ക് നമ്മൾ മാറി. നമ്മുടെ ദിശ വിട്ടുപോയി എന്നുള്ളതാണ്, നമ്മുടെ മെയിനായിട്ടുള്ള ടാർഗറ്റ്സ് വിട്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് നമ്മൾ എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്, ഓരോ ദിവസവും നമ്മൾ ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ലോങ് ടൈം പ്ലാൻസ് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ഡ്രീമുകൾ സെറ്റ് ചെയ്തതിന് ശേഷം അതിന് ഓറിയൻറ്റഡ് ആയിട്ട് ഓരോ ദിവസവും നമ്മൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഇഷ്യൂ ഓഫ് കൺസിസ്റ്റൻസി. നമുക്ക് പലപ്പോഴും കൺസിസ്റ്റൻസി ഇല്ലാത്തതാണ് ഏറ്റവും വലിയ ചലഞ്ച്. ഒരു കപ്പൽ കടലിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് വലതുവശത്തോട്ട് തിരിക്കണം എന്നാലോചിക്കുക. അപ്പോൾ നമ്മളതിൻ്റെ സ്റ്റിയറിംഗ് വീൽ റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു, പക്ഷേ ഈ തിരിഞ്ഞു വരാനായിട്ട് ഒരു സമയമെടുക്കും. അതിനു മുമ്പ് നമ്മൾ വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിച്ചു, വീണ്ടും നേരെയാക്കി പിടിച്ചു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും റൈറ്റിലേക്ക് പിടിച്ചു. പലപ്പോഴും നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് ഇതാണ്. നമ്മൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഡയറക്ഷനിലേക്ക് പോകുന്നില്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു മാറ്റത്തിന് ശ്രമിക്കുന്നില്ല. നമുക്ക് തോന്നുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു മോട്ടിവേഷൻ ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്, പക്ഷെ പിന്നെയും നമ്മൾ തിരിച്ചു വരുന്നു, പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്നു, പിന്നെ നമ്മൾ പഴയ കാര്യത്തിലേക്ക് പോകുന്നു, എന്നിട്ട് തിരിച്ചു വന്ന് നോക്കുന്നു, പിന്നെയും മാറാനായിട്ട് പരിശ്രമിക്കുന്നു. ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പരിശ്രമിച്ചു കൊണ്ടിരുന്നാൽ ഒരു യഥാർത്ഥ മാറ്റം നമ്മുടെ ലൈഫിലേക്ക് വരികയില്ല എന്നുള്ളതാണ്. ഫോർ എ ചേഞ്ച് റിപ്പീറ്റഡ് ആൻഡ് കണ്ടിന്യൂസ് ആക്ഷൻ ഈസ് നീഡഡ്. കൺസിസ്റ്റൻസി പലപ്പോഴും ട്രെയിൻ പോലെയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ട്രെയിനിൻ്റെ ഇടയ്ക്ക് ഒരു ബോഗി എടുത്ത് മാറ്റി നോക്കുക, അതിൻ്റെ പുറകിലുള്ള ബോഗികളെല്ലാം അതിൻ്റെ കൂടെ വരില്ല, അതിന് വേറൊരു എൻജിൻ വേണം. അതുകൊണ്ട് ഒരു ദിവസം പോലും നമ്മളൊരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുടക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം നാളെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഇന്ന് നമ്മൾ അത് ചെയ്തതിനെ ലിങ്ക്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ മോട്ടിവേഷനാണ് നാളത്തെ നമ്മുടെ ദിവസത്തെ പുള്ളി ചെയ്യുന്നത്, നാളത്തെ ദിവസമാണ് അതിൻ്റെ അടുത്ത ദിവസത്തെ പുള്ളി ചെയ്യുന്നത്. ഇതൊരു ട്രെയിൻ പോലെയാണ്. മാക്സിമം ഈ ഒരു ചെയിൻ ബ്രേക്ക് ആവാതെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യമാണ് വി ഡോണ്ട് ഹാവ് സ്ട്രോങ് ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കും, പക്ഷേ നമ്മൾ പല സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ, നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഈ പല കാര്യങ്ങളും മറന്നുപോകും. പക്ഷേ നമ്മൾ ഒരിക്കലും മറക്കില്ലാത്ത, നമ്മുടെ ഐഡൻറ്റിറ്റിയോട് അത്രമാത്രം ചേർന്ന് നിൽക്കുന്ന ചില ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസ് നമുക്ക് അത്യാവശ്യമാണ്. അതായത് എന്തൊക്കെ വന്നാലും ഞാൻ ഉറച്ചു നിൽക്കുന്ന എൻ്റെ ചില പ്രിൻസിപ്പിൾസ്, എൻ്റെ ചില വാല്യൂസ്. ഇത് നമ്മൾ വീണ്ടും ആലോചിച്ച് വീണ്ടും നമ്മുടെ ഡയറിയിൽ എഴുതി നമ്മൾ മനസ്സിൽ ഫിക്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ശരിക്കും നമുക്കെല്ലാം ഇത് എവിടെയുണ്ട്, പക്ഷേ അത് നമ്മൾ ഉറപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, എപ്പോൾ ലേസിനെസ് വന്നാലും നമ്മൾ എടുക്കുന്ന 5 മിനിറ്റ് റൂളായിരിക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യണം എന്ന് നമ്മൾ എടുത്തിട്ടുള്ളൊരു തീരുമാനമായിരിക്കും, അല്ലെങ്കിൽ എന്ത് തീരുമാനമെടുക്കണമെങ്കിലും നമ്മൾ സമയം ചിലവഴിച്ച് അതിനുവേണ്ടി ചിന്തിക്കും എന്നുള്ളൊരു തീരുമാനമായിരിക്കും. ഇങ്ങനെ എന്താണെങ്കിലും നമ്മളൊരു 100 തിയറി ഓർത്തിരിക്കുന്നതിൽ നല്ലത് ശരിക്കും ഉറച്ച രീതിയിൽ 3-4 എണ്ണം ഓർത്തിരിക്കുക, ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസ്. ഇത് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ തനിയെ ഇരിക്കുക, നമ്മുടെ കൂടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യുക, ജേണലിൽ എഴുതി നമ്മളെ തന്നെ മനസ്സിലാക്കുക, ആ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യമാണ് ഇൻക്രീസ് ലേണിംഗ്. പുതിയ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ, പുതിയ വഴികൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ പഴയ കാര്യങ്ങൾ തന്നെ ചെയ്യും, പഴയ വഴിയിൽ തന്നെ യാത്ര തുടരും. നമുക്കൊരു എക്സ്പോഷർ ആവശ്യമാണ് മറ്റുള്ളവരുടെ ഐഡിയാസിലേക്ക്, മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഉള്ള കംഫർട്ട് സോണിന് അപ്പുറത്ത് നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുമ്പോഴാണ് നമ്മളത് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും നമ്മൾ ആ വഴിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നതും. അതുകൊണ്ട് എക്സ്റ്റെൻസീവായിട്ടുള്ള റീഡിങ് നമുക്ക് ആവശ്യമാണ്. നന്നായിട്ട് പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങുക, അതുപോലെ യൂട്യൂബിൽ നല്ല ചാനൽസ് കാണാനായിട്ട് തുടങ്ങുക, അറിവ് നേടുക എന്നുള്ളതാണ്. നമുക്കൊരു കാര്യം അറിയാമെങ്കിൽ പോലും അതിൻ്റെ മറ്റ് മെത്തേഡ്സ് എന്താണ്, മറ്റുള്ളവർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയോടെ സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഈ ലേണിംഗ് പ്രോസസ്സ് നമ്മുടെ ലൈഫിൽ എല്ലാ ഫീൽഡിലും, എല്ലാ സ്ഫിയറിലും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടിയിരിക്കുന്നു. അഞ്ചാമത്തെ കാര്യമാണ് മൈൻഡ് സെറ്റ്. പലപ്പോഴും നമ്മുടെ ലൈഫിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളത്
നമ്മുടെ തന്നെ വോയിസിനെ ഓവർകം ചെയ്യാനാണ്. നമ്മളെ തന്നെ കുറച്ച് കാണിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിൽ തന്നെ വിശ്വാസമില്ലാത്ത, ബിലീഫില്ലാത്ത തോട്ട്സ്, അങ്ങനെയുള്ള ശബ്ദങ്ങൾ, ഇതിനെ നമ്മൾ ഓവർകം ചെയ്യുക എന്നുള്ളതാണ്. ബിലീഫ് എന്ന് പറയുന്നത് ഒരു സെൽഫ് ഗ്രോത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡൗട്ട് ചെയ്യുമ്പോൾ അത് എപ്പോഴും നമ്മളെ പിന്നോട്ട് വലിക്കും, നമ്മുടെ കോൺഫിഡൻസ് കളയും. ശരിയാണ്, നമുക്ക് ഇമോഷണൽ ബ്രേക്സ് എടുക്കാം, നമുക്ക് ഇൻ്റർവെല്ലുകൾ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓഫ് ഡേയ്സ് എടുക്കാം. പക്ഷേ ഇതൊന്നും നമ്മുടെ ഇമോഷണൽ ഹെൽത്തിനെ ബാധിക്കരുത്, ഇതൊന്നും നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കരുത്. നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ശരിക്കും സ്ട്രോങ് ആയിരിക്കണം. നമ്മുടെ മൈൻഡ് സെറ്റാണ് നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ടർ. ഏറ്റവും കൂടുതൽ നമ്മൾ എൻകറേജ് ചെയ്യേണ്ടത് നമ്മുടെ മനസ്സായിരിക്കണം. നമുക്ക് കഴിവില്ല എന്ന് പറയുന്നതോ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നതും നമുക്കൊരിക്കലും ഒരു രീതിയിലും ഉപകരിക്കില്ല. സോ അതുകൊണ്ട് സെൽഫ് റിഡ്യൂസിങ് ആയിട്ടുള്ള തോട്ട്സ് നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. പറ്റുന്ന സാഹചര്യങ്ങളിലെല്ലാം ഒപ്റ്റിമിസ്റ്റിക് ആവുക, പോസിറ്റീവ് സൈഡിൽ നോക്കുക, അതാണ് നമുക്കിന്ന് വേണ്ടത്. സോ സ്ട്രോങ് ബിലീഫ് ആൻഡ് ബെറ്റർ മൈൻഡ് സെറ്റ് വിൽ മേക്ക് എ ചേഞ്ച്. സോ ഒരിക്കൽ കൂടി ഈ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി ഫിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ശരിക്കും നമ്മുടെ ലൈഫിൽ ഒരു റിയൽ ചേഞ്ച് ഉണ്ടാകണമെങ്കിൽ അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ് ഫോർ ലൈഫ്, improve consistency, have strong foundational principles, increase learning, fix your mindset, inspiring, free.